ശ്രീമാനപലാഷ്, നമ്മൾ പോയ ദിവസങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചല്ല. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വരുന്ന ആരോപണങ്ങളുടെ കുത്തൊഴുക്കിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അതിലേക്ക് ഫോക്കസ് മാറുന്നു. ഏറ്റവും ഒടുവിൽ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നതിലേക്കാവുന്നു ചർച്ച. അങ്ങനെ നിൽക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്. അത് യഥാർത്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിപ്പോഴും സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അൺടച്ചഡായി 10-ാം തീയതി കോടതിയിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞ് അത് വളരെ വളരെ ഭംഗിയായി ഒളിച്ച, ഇപ്പോഴും ഒഴിവാക്കപ്പെട്ട ഭാഗവുമായി ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവിടെ ശ്രീമാനപലാഷ്. തീർച്ചയായിട്ടും ഹാഷ്മി, സി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ തന്നെയും ഇതിനകത്ത് അന്വേഷണത്തിന് ഉതകുന്ന അല്ലെങ്കിൽ അന്വേഷണം ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായെങ്കിൽ, കാരണം റിപ്പോർട്ടിന്റെ 2ാമത്തെ വോളിയം നമ്മളാരും കണ്ടിട്ടില്ല, അങ്ങനെ കമ്പല്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അന്വേഷണം സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. ഓൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പൊതുവായിട്ട് വരുന്ന ഈ ആരോപണങ്ങളോ അല്ലെങ്കിൽ പരാതികളും സംബന്ധിച്ച് ഇരകളെ കേൾക്കുവാനൊക്കെ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് അവർക്ക് പോകാവുന്നതാണ്. പക്ഷെ കോടതിയിൽ കേസ് വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമുക്കവിടെ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇത്രയധികം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു തന്നെയും വ്യാപകമായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കാം ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക എന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കാം മനുഷ്യാവകാശവും സ്ത്രീകളുടെ അവകാശവും ഒക്കെ ഹനിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നതിന് മുമ്പും അവർക്ക് FIR രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങളുമായിട്ട് ഇരകൾ അതിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അതുമായി മുൻപോട്ട് പോകാൻ കഴിയുന്നതാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ആദ്യ നടപടി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഇരകളായി മാറിയവരെ ബന്ധപ്പെടുവാനുള്ള നടപടിക്രമങ്ങളെങ്കിലും സർക്കാരിന് എടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുൻപിൽ കൂടി സർക്കാരിന് പറയുവാൻ കഴിയും, മൊഴി നൽകിയ വ്യക്തികളുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു, വനിതാ സൗഹൃദ സമീപനമുള്ള വനിതാ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ചിരുന്നു, ഇതിൽ മൊഴിയും നൽകാനും കേസുമായി മുൻപോട്ട് വരുവാനും, അതായത് പ്രൊസീജിയറൽ ലോ അനുസരിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊഴി കൊടുക്കുക എന്നുള്ളത് അത് മൊഴിയായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ട്രയൽ പ്രൊസീഡ് ചെയ്യുവാൻ കഴിയുകയില്ല. 164 സ്റ്റേറ്റ്മെന്റ് എന്ന് നാം പറയുന്ന മാജിസ്ട്രേറ്റിന് മുൻപിൽ കൊടുക്കുന്ന മൊഴി അടക്കം നിയമപരമായിട്ട് പ്രാബല്യമുള്ള മൊഴികൾ കൊടുത്തുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ ഉള്ള ആ ഒരു ലീവേ ഇപ്പോ സർക്കാരിനുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതിരിക്കുവാൻ കഴിയില്ല. പക്ഷെ കോടതിയിലേക്ക് കേസ് വരുന്നത് കൊണ്ടായിരിക്കാം, അതിന്റെ മറുപടിച്ചായിരിക്കാം സർക്കാർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ശ്രീമാനപലാഷ്, നമ്മുടെ മുകേഷ് എം.എൽ.എയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിൽ ഉറപ്പായി 2 വശമുണ്ട്. ഒന്ന്, ഈ പറയുന്ന സാങ്കേതികമായും സാങ്കേതിക നിയമവശങ്ങൾ പറഞ്ഞു നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാജ്യത്തൊരിടത്തും സമാനമായ ആരോപണത്തിൻ്റെ പേരില്ല, ഏതെങ്കിലും ആരോപണത്തിൻ്റെ പേരിൽ MLA സ്ഥാനം, ഏറ്റവും ബേസിക് MLA സ്ഥാനം രാജിവെച്ചു എന്നുള്ള ഒരു കീഴ്വഴക്കം എവിടെയുമില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയും. എം വിൻസെൻ്റെ പേര് പറയാം, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പറയാം, ജോസ് തെറ്റിലിൻ്റെ പേര് പറയാം, AK ശശീന്ദ്രൻ്റെ പേര് പറയാം. അങ്ങനെ ഇല്ല എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ അത് പഴയ വീഡിയോ ആണെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിൻ്റെ ഒരു ഭൂതകാലം ഇപ്പോൾ കോടതിയിലാണെങ്കിൽ കൂടിയും ഒരാളുടെ ക്രിമിനൽ പ്രീസിഡൻസ് കൂടി പരിഗണിക്കുന്ന ഒരു പതിവുള്ളൂ ശ്രീമാനപലാഷ്. ഏത് രീതിയിലാണ് വീട്ടിനകത്ത് അദ്ദേഹത്തിന് ആദ്യ ഭാര്യയോട് അദ്ദേഹം പെരുമാറിയത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു പഴയകാല വീഡിയോ ആണ്. അത് കഴിഞ്ഞുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ 1, 2, 3 എന്ന നിലയ്ക്ക് പിന്നെയും ആരോപണം ഉണ്ടാകുന്നു. ഈ സാക്ഷാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ മറച്ചുവെച്ച ഭാഗത്ത് ഈ മുകേഷിന്റെ പേരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട്. കീഴ്വഴക്കമില്ലെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെപ്പിച്ചൊരു കീഴ്വഴക്കം ഉണ്ടാക്കുക എന്നതുകൂടി ഈ കാലത്തിന്റെ പ്രാധാന്യമല്ലേ ശ്രീമാനപലാഷ്? ശ്രീ ഹാഷ്മി, ശ്രീ മുകേഷിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വെറുപ്പും വിഷമവും മനുഷ്യത്വമുള്ള ഏതൊരു വ്യക്തിയിലും ഉളവാക്കുന്നതാണ്. എന്നതുകൊണ്ട് തന്നെ ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരാരോപണമല്ല, നാട് മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ തന്നെ ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി നേരിട്ട് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോ ഉയർന്നിരിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ്, അതീവ ഗൗരവകരമാണ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒഫൻസസും അതീവ ഗൗരവമായിട്ടുള്ള ഒഫൻസസ് ആണ്. ബലാത്സംഗ കുറ്റം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരിക്കലും ചിരിച്ചു തള്ളുവാനോ ന്യായീകരിച്ചു മറയ്ക്കുവാനോ കഴിയുന്ന ഒഫൻസസ് അല്ല. അപ്പൊ ധാർമ്മികമായിട്ടൊരു ചോദ്യം ഉയരുകയാണെങ്കിൽ രാജിവെക്കുന്നതിനകത്ത് അനൗചിത്യമില്ല എന്ന് മാത്രമല്ല, അത് ഉചിതമാണെന്ന് കൂടി പറയുന്നതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ അതിനോടൊപ്പം തന്നെ ശ്രീ ഹാഷ്മി എനിക്ക് പൂർത്തിയാക്കാൻ അനുമതി തരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഈ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ രാജിവെച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രായോഗികമായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാജിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ വിചാരണയ്ക്ക് ശേഷം അയാളെ എക്സോണറേറ്റ് ചെയ്താലും തിരിച്ച് അംഗത്വം തിരിച്ചു കിട്ടില്ല. ആ സമയത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പും നടക്കും, ആ ഒരു സീറ്റും ഫില്ല് ചെയ്യപ്പെടും. അങ്ങനെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ സർക്കാരിൽ മന്ത്രിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നയരൂപീകരണത്തിൽ ഒരു ചുമതല വഹിക്കുക അങ്ങനെയുള്ള ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ, ഒരു പദവിയാണ് കൈക്കൊള്ളുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണ സഭയോട് ഉത്തരം പറയേണ്ടി വരുന്നതിനാൽ തന്റെ തോളിലാണ് ഓരോ മന്ത്രിയും പറക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് എന്ന ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ട് അങ്ങനെ ഒരു മന്ത്രിയോട് രാജി ആവശ്യപ്പെടാൻ കഴിയും. അങ്ങനെ മന്ത്രിമാർ നിരന്തരമായിട്ട് രാജിവെക്കുന്ന ഒരു പ്രവണതയുമുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം സർക്കാരിന്റെ ഭാഗം അല്ല, നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജി നിയമത്തിൽ ആവശ്യപ്പെടുവാനും പ്രതീക്ഷിക്കുവാനും കഴിയുകയില്ല. പിന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 8 സബ്സെക്ഷൻ 2 പ്രകാരം അംഗത്വം നഷ്ടപ്പെടുന്നത് കൺവിക്ഷന് ശേഷമാണ് എന്നതുകൊണ്ട് തന്നെ നിയമത്തിന്റെ സാങ്കേതിക വശത്തിൽ അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ്. അപ്പൊ കുറ്റാരോപിതന് ഭരണഘടന അനുവദിച്ചു നൽകുന്ന നിയമത്തിൽ കിട്ടേണ്ടുന്നതായിട്ടുള്ള ആ അവകാശവും സംരക്ഷണയും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കുറ്റം ആരോപിക്കപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹം പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് നിയമം അനുശാസിക്കുന്നില്ല എന്ന് മാത്രമല്ല, 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനമുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ ചാർജ് ഫ്രെയിം ചെയ്യപ്പെടുന്ന ജനപ്രതിനിധികൾ രാജിവെക്കണമോ, FIR-ൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ രാജിവെക്കണമോ എന്ന വിഷയങ്ങളൊക്കെ വന്നപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അത് പാർലമെന്റ് ആണ് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. ചാർജ് ഫ്രെയിം ചെയ്യുന്ന ഒരു അവസരത്തിൽ കൂടി രാജിവെക്കണമെന്ന് കോടതിക്ക് ആവശ്യപ്പെടുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, അപ്പോ നിയമം ആണെങ്കിലും സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള നിയമ തത്വങ്ങളാണെങ്കിലും ഒന്നും തന്നെ രാജിയിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല എങ്കിലും താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നത്തെ ഈ ആരോപണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് വളരെ ഗുരുതരമായിട്ട് പല വ്യക്തികളിൽ നിന്നും ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സമാനമായിട്ട് അദ്ദേഹത്തിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ധാർമ്മികമായ ഒരു വിഷയമുണ്ട്. അതിന്റെ പുറത്ത് ഇപ്പം പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് ശബ്ദം കേട്ടിട്ട് ശ്രവിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അതൊരു ഒരു ഒരു മോറൽ കഥാർസിസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു തരത്തിലൊരു ഒരു 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 ശരിയെങ്കിലും തെറ്റുകൾക്കിടയിൽ ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് സമൂഹത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാകും. പക്ഷെ നിയമത്തിൽ ഇത് ഈ പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രാതിനിധ്യ ഒരു ഓഫീസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനിവാര്യമല്ല.